Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 36 പോയിൻറ്റ്സ് പോസിറ്റീവിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. $24,306.85 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇപ്പോൾ 24,350 ലെവൽ, ആ ഒരു ലെവലിൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. വീക്ക്ലി റെസിസ്റ്റൻസ് ലെവലാണ് 24,350 ലെവൽ. നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നിഫ്റ്റി 24,400 ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. ഈ ഒരു മൊമെൻറ്റം 350 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 350 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. $24,200 കോൾ ഓപ്ഷൻ 160 ഒരു സ്ട്രൈക്ക് പ്രൈസും, അതുപോലെ തന്നെ 24,250 കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 125. പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 24,415 24,500 ഇപ്പോൾ നാളെ വീക്ക്ലി എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രീമിയം ഔട്ട് ഓഫ് ദ മണിയൊക്കെ കുറച്ച് ഡീക്കേ വന്നിട്ടുണ്ട്. 24,450 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 150-145. അതിലൊരു പ്രീമിയം ഡീക്കേ, ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. പുട്ട് ഓപ്ഷനിലൊരു ഡൗൺഫോൾ കാണുന്നുണ്ട്. അത് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം നമുക്ക്. അതുപോലെ തന്നെ 350 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. 24,357.10 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് വേസിന് ശേഷം ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. അപ്പോൾ ഡേ ലോ ലെവലിലാണ് നമ്മുടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് 20 പോയിൻറ്റ്സ് ലോസാണ് അന്ന് ബുക്ക് ചെയ്തത് കഴിഞ്ഞ 2 ദിവസവും. അപ്പോൾ ഇന്ന് ആ ഒരു ബൈയിങ് പ്രഷർ 24,350 ലെവലിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ആ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഡയറക്ഷൻ കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻട്രി പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ മറ്റ് ആവറേജ് ചെയ്ത് ചെയ്യുന്നത് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ട്. 350 ലെവൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. $24,350 ലെവൽ ബ്രേക്ക് ചെയ്ത് 400ലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 24,200 കോൾ ഓപ്ഷനിലൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. 24,200 200ലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 100 ലിമിറ്റ് ഓർഡർ 160 എൻട്രി എടുക്കാം. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 160. 40 പോയിൻറ്റ്സ് ഡൗൺ ആയതിനു ശേഷം ആക്റ്റീവ് ആവും. അപ്പോൾ അതിന് കുറച്ചധികം സമയം ചിലപ്പോൾ എടുക്കും. ഹയർ ലെവൽസിൽ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും പ്രൈസ് പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മേ ബി എടുക്കണമെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്യാം. ഇപ്പോൾ ആസ് ഓഫ് ഈ ഒരു ഇതുവരെയുള്ള മൂവ്മെൻറ്റ് പ്രകാരം ആ ഒരു പുൾ ബാക്ക് വരുന്നത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 201 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24,200 കോൾ ഓപ്ഷൻ. 160 വരണം. നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ള 160 ഓർഡർ പെൻഡിങ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,200 കോൾ ഓപ്ഷൻ 225 പോയി. 225 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൻട്രി 160 ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇതിനെ തന്നെ മോഡിഫൈ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അറൗണ്ട് 200+ വരും നമ്മുടെ എൻട്രി. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് മാറ്റാം. അപ്പോൾ അത് ഇതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് 24,250 കോൾ ഓപ്ഷൻ. സ്ട്രൈക്ക് പ്രൈസ് 24,250 എൻട്രി. അപ്പോൾ അത് ലിമിറ്റ് ഓർഡർ തന്നെ നമുക്ക് 2 ലോട്ട്സ് 167 എടുക്കാം. അപ്പോൾ അതിന് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 167. ഒരു 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസിലെടുക്കാം. 167 എൻട്രി. ഇപ്പോൾ അത് വന്നിട്ടുള്ളത് ഡേ ഹൈ 187.45. അപ്പോൾ 87 വന്നിട്ടുണ്ട്. 20 പോയിൻറ്റ്സ് പുൾ ബാക്ക് മാത്രം വന്നാൽ മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡറിൽ വെയിറ്റ് ചെയ്യാം. 24,250 ലെവൽ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു 24,400 ലെവൽ ബ്രേക്ക് ചെയ്തു. ഇനി വരുന്നത് 24,460 ലെവലാണ്. അപ്പോൾ 350 നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 400 ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 460 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് 167 എൻ്റർ ചെയ്യാം. 24,250 അങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. 24,250 187 ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡേ ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പുൾ ബാക്കിന് ശേഷം ആക്റ്റീവ് ആവും. ഒരു 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. യെസ്, നിഫ്റ്റി 24,460 ലെവൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. 24,458.65 ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ അവിടെ നിന്നൊരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എൻട്രി നമ്മൾ എക്സ്പെക്ട് ചെയ്ത എൻട്രീസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഹയർ ലെവലിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 181 24,250 കോൾ ഓപ്ഷൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 2 ലോട്ട്. നമ്മൾ 167 ഇട്ടത് ക്യാൻസൽ ചെയ്തു. അത് ഹൈയിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ 181 ഒരു എൻട്രി എടുത്തിട്ടുള്ളത്. 24,250 കോൾ ഓപ്ഷൻ. അപ്പോൾ നമുക്കൊരു 230 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 20 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ഓൾറെഡി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് 160. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 165 വന്നു. ഓൾറെഡി 161.65 വന്നു. ഇപ്പം അത് എക്സിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് 161 യെസ്, ഫിൽഡ് എക്സിറ്റ് ആയി. അത് സ്റ്റോപ്പ് ലോസ് 2. യെസ്, 2.5K ലോസിൽ എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്ന ഒരു എൻട്രി 167, ആ ഒരു എൻട്രിയാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മളത് ആ ഒരു എൻട്രി ഇട്ടതിന് ശേഷം ആ ഒരു എൻട്രിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഹയർ എൻട്രിയിലെടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ആ ഒരു എൻട്രി പ്ലാൻ ചെയ്തു. പക്ഷേ ആ ഒരു എൻട്രിയിൽ എഗെയിൻ നമുക്ക് 167 വരികയാണ് ചെയ്തത്. 167 ലെവൽ ബ്രേക്ക് ചെയ്തു. 160 ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്. 158.80 വന്നു. എന്തായാലും ബാക്ക് ടു ബാക്ക് SL നമുക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട്. അപ്പോൾ നാളെ നമുക്ക് എക്സ്പയറിക്ക് നോക്കാം. ഇന്നെന്തായാലും 180 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ലെവലിൻ്റെ താഴെ മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. പോസിറ്റീവിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ 24,460 ലെവൽ വന്നതിന് ശേഷമുള്ളൊരു ഫോളോ ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് ലെവൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല.
എന്തായാലും 20 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നതുകൊണ്ട് എക്സിറ്റ് ചെയ്തു ഈ ഒരു ട്രേഡ്. അപ്പോൾ ഈ ഒരു ലൂസിങ് റാലി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് വിന്നിങ് ഇതിലേക്ക് എത്തണം. അപ്പോൾ നാളെ എക്സ്പയറിക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്ന് 2.5K ലോസാണ് വന്നിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.